الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. قال الله عز وجل: خير الشاب الطائب شفيعنا رسول الله. يا خير من دفنت بالقاء أعظمه فطاب من طيبهن الكاه واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ മാതാ പരിപാടിയുടെ പ്രാരംഭത്തിൽ നമുക്ക് വേണ്ടി ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ഇവരുടെയും എല്ലാമായ നമ്മുടെ നാടിൻ്റെ ആദരണീയരായ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്മാൻ സാദി ഉസ്താദ് നമ്മുടെ ഈ മാതാ പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച നമ്മുടെ ഉസ്താദും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഇർഫാൻ മദനി, നമ്മുടെ ഈ മാതാ വേദിയിലെ ധന്യ സാന്നിധ്യങ്ങളാകുന്ന നമ്മുടെ ഈ പള്ളിയുടെ ഈ മഹല്ലത്തിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ്, കേന്ദ്ര ജമാഅത്തിന്റെ സമുന്നതനായ സാരഥിയും നമ്മുടെ ഉമറാക്കളിൽ പ്രധാനിയുമായിട്ടുള്ള പ്രിയപ്പെട്ട ഹജി മുഹമ്മദ് ത്വാഹ സാഹിബ്, സയ്യിദ് മദനി അറബിക് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ പ്രഗത്ഭനായ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ഹജി എച്ച് മുഹമ്മദ് സാഹിബ്, നമ്മുടെ ഈ പള്ളിയുടെ ആദരണീയനായ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ഹാജി സൈനുദ്ദീൻ സാഹിബ്, ആദരണീയരും ബഹുമാന്യരുമായ ഉസ്താദ് ഹംസ മുസ്ലിയാർ, സമാദരണീയരായ അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ തന്നെ നമ്മുടെ മറ്റു വേദിയിലിരിക്കുന്ന മറ്റു നേതാക്കളെ, പണ്ഡിതന്മാരെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ കോർപ്പറേറ്റർ റൌഫ് സാഹിബ് അടക്കമുള്ള നാടിന്റെ നേതാക്കളെ, നല്ലവരായ യുവ സ്നേഹിതന്മാരെ, നേതാക്കന്മാരെ, എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന, നമ്മുടെ മഹത്തായ പരിപാടി ശ്രദ്ധിക്കുന്ന നല്ലവരായ ഉമ്മമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി മിത്രങ്ങളെ, നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളാകുന്ന പ്രിയപ്പെട്ട ഇല്യാസ് ഹജബ സാഹിബ്, നമ്മുടെ മഹല്ലത്തിന്റെ കോശാധികാരി, അതുപോലെ തന്നെ നമ്മുടെ മഹല്ലത്തിന്റെ പ്രഗത്ഭനായ സാരഥി പ്രിയപ്പെട്ട ഷമീർ ഹളക്കോട്ട, മറ്റു നേതാക്കന്മാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. രണ്ടു ലോകത്തും അല്ലാഹു നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാലിഹായ കർമ്മമായി സ്വീകരിച്ച് ഇതിന്റെ പ്രതിഫലം നമുക്ക് നൽകും പോലെ അണുമണി തൂക്കം പോലും കുറക്കാതെ കുറയാതെ നമ്മളിന്ന് മരണപ്പെട്ടു പോയവരിലേക്കും എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളിലേക്കും പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മവാപ്പമാരിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ.
ഈ നല്ല മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, ബർക്കത്താക്കപ്പെട്ട പുണ്യമേറിയ ഈ നല്ല രാത്രിയുടെ ബർക്കത്തുകൊണ്ട് സാധുക്കളായ നമ്മളിലും നാമുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ടവരിലും ദ്വാരക്കണി എന്ന് വസിയത്ത് പറഞ്ഞവരിലുമുള്ള എല്ലാവിധ രോഗങ്ങളും കരുണക്കടലായ റബ്ബ് പരിപൂർണമായും ശിഫയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പൊരുത്തത്തിലും അവന്റെ താഴത്തിലും അവന്റെ ഇബാദത്തിലും ഇൽമുൻ നാഫിഈന്റെ ഖിദ്മത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനിലുമായി ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം മരണം ഖൈറായി വരുമ്പോ, മരണം അനുകൂലമായി വരുമ്പോ അഹ്ലുബലാദീങ്ങളെ ഹളറത്തിൽ വെച്ച് കാമിലായ ഈമാനോടുകൂടി അല്ലാഹു നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ആമുഖം മുൻനുടി മുഖദ്ദിമൊന്നും നീട്ടുന്നില്ല. കൃത്യസമയം 11 മണിയാകുമ്പോൾ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ പരിമിതമായ സമയം മാത്രം, കുറച്ചു നേരം മാത്രം നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കിടുകയാണ്, നിങ്ങളുമായി ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അള്ളാഹു ഹക്ക് ഹക്ക് പോലെ പറയാനും അത് ജീവിതത്തിൽ ഉപകാരപ്പെടാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നല്ലൊരു സദസ്സ്, നല്ലൊരു രാത്രി, ധന്യമായൊരു വേദി, മഹാന്മാരായിട്ടുള്ള മഹത്തുക്കളായിട്ടുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായിട്ടുള്ള വലിയവരായ ആലിമീങ്ങളും നമ്മുടെ നാടിന്റെ അഭിമാനവും നമ്മുടെ സമുദായത്തിന്റെ ഉമറാക്കളുമായിട്ടുള്ള വലിയവരായ നേതാക്കളും ഒരുപാട് നല്ല മനസ്കരായ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലൊരു വേദിയും സദസ്സും. എല്ലാത്തിനേക്കാളുപരി ഇതൊരു ഇൽമിന്റെ സദസ്സ്. ഞാൻ എന്റെ വിഷയം മാറ്റുന്നില്ല, എന്നാലും ആമുഖമായി ഒന്ന് പറയട്ടെ. ഈ ഒഴിഞ്ഞ കസേര കാണുമ്പോ ബേജാറ് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഒരു വേള ഈ സമയത്ത് ഈ സദസ്സിൽ ഈ ഓഡിറ്റോറിയത്തിൽ അതല്ലെങ്കിൽ ഈ മൈതാനിയിൽ ഒരു 20-20 മാച്ച്, അതല്ലെങ്കിൽ ഒരു ഡേ നൈറ്റ് മാച്ച്, അതല്ലെങ്കിൽ ഒരു കബഡി പന്തിയാട്ടം ഊറ്റ് നടന്നിരുന്നെങ്കിൽ ആളെത്ര കൂടുമായിരുന്നു. ഇത് പറഞ്ഞാൽ ചിലപ്പോ ഉള്ളവർക്ക് തന്നെ പിടിക്കല, എല്ലാവർക്കും ഇഷ്ടപ്പെടല. പിന്നെ ഞാനിവിടെ ബന്ധ രീതി ചെല്ലാൻ തന്നെ, അല്ലാണ്ട് കൊപ്പരന്റെ വില ചെല്ലാൻ ഞാൻ വന്നിട്ട. ഹലോ സാർ, ഞാൻ ബന്ധ തന്നെ ഇത് പറയാനാണ്, അള്ളാന്റെ ദീന് പറയാനാണ്. നമ്മൾ നല്ലവരൊന്നുമല്ല, എന്നാലും തെറ്റ് നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ലല്ലോ. നല്ലവരല്ലാത്തത് കൊണ്ട് ചെയ്യുന്നവരുടെ തെറ്റുകൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുക, തെറ്റിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുക, അതൊരു മുഅ്മിനിന്റെ ലക്ഷണമല്ല. തെറ്റ് വിരോധിക്കണമെങ്കിൽ വരാനും നല്ലവനാകണമെന്ന നിബന്ധനയുമില്ല. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, തെറ്റായ കാര്യങ്ങളിൽ നിന്നിട്ട് അകന്നു നിൽക്കാൻ ഉപദേശിക്കാൻ, സ്വയം നന്നാകണമെന്നത് നിർബന്ധ കൽപ്പനയൊന്നുമല്ല. തെറ്റ് മനസ്സുകൊണ്ട് വെറുക്കണം. പറയുന്നവൻ നല്ലവനായിരിക്കണമെന്നത് വേറെ, എന്നാലും ഞാൻ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തെറ്റായ കാര്യങ്ങൾ പറയാതിരിക്കുന്നതിന് അർത്ഥമില്ല. നല്ലവർക്ക് മാത്രമേ തെറ്റ് വിരോധിക്കാനുള്ള അർഹതയുള്ളൂ എന്നാണെങ്കിൽ പിന്നെ ഭൂമി ലോകത്ത് പ്രസംഗിക്കേണ്ടത് ഖിയാമത്ത് നാൾ വരെ നബിമാർ മാത്രം. ഹലോ സാർ, നബിമാർ മാത്രം. കാരണം ഞങ്ങൾക്ക് അതിന് യോഗ്യതയില്ല, അർഹതയില്ല, ഞങ്ങൊന്നും അത്ര അങ്ങനത്തെ ആൾമാരൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചൊല്ല റൈറ്റ് ഇല്ല ചൊന്നിട്ട് ഞങ്ങളുടെ ബാക്കടിച്ചെങ്കിൽ പിന്നെ ഇവിടെ ചൊല്ലണായിട്ട് പണ്ടെങ്ങാ നബിമാർ മാത്രം. അങ്ങനെയില്ല ഇസ്ലാം. കേട്ടെങ്കിലേ അങ്ങനെയല്ല, ഇത് ഇഷ്ടപ്പെടല എന്നറിയാം. എന്നാലും പറയട്ടെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ് ഈ പറയുന്നതൊക്കെ. നമ്മുടെ ഈ ഇരിക്കല്, ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്, ഈ കാര്യക്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വന്നത്, ഈ കൂടിയത്, ഈ വയല കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ഉമ്മപെങ്ങന്മാർ, സഹോദരിമാർ, ഇവിടെ ഇരിക്കുന്ന മക്കള്, അതുപോലെ തന്നെ നല്ലവരായ നാടിന്റെയും പരിസരവാസികളായിട്ടുള്ള ജനങ്ങളും ഈ ഒത്തുകൂടിയ ഈ സംഗമം, ഈ സമാഗമം, ഈ കാര്യക്രമ, ഈ ഒരു ഫംഗ്ഷൻ സത്യത്തിൽ അത് അല്ലാഹുവിന്റെ ദീനാണ്. ഇത് ഏറ്റവും വലിയൊരു ദിക്റാണ്. ഇത് ഏറ്റവും വലിയൊരു ദിക്റാണ്. ചില ആൾമാർ വിചാരിച്ചെന്തോന്നുണ്ട്, ദിക്ർ ചൊന്നെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, ഇതും ദിക്റന്നല്ലേ? അല്ലേ ഉസ്താദ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ഉപദേശം എന്നത് ദിക്റാൻ, വഅദ് പറയുക എന്നത് ദിക്റാൻ. ഇതുപോലെയുള്ള കാര്യക്രമം ഏറ്റവും വലിയ ദിക്റാൻ. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വേദിയാണല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുക എന്നത് ഏറ്റവും വലിയ ദിക്റാണല്ലോ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്.
ഏറ്റവും നല്ല സംഭാഷണം, ഏറ്റവും നല്ല സംവാദം, ഏറ്റവും നല്ല സംസാരം, ഏറ്റവും നല്ല പ്രഭാഷണം, ഏറ്റവും നല്ല ഉപദേശം ഖൈറുൽ കലാമി കലാമുല്ലാഹ്. അല്ലാഹുവിന്റെ ദീനാണ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. അത് പറയുന്ന നല്ലൊരു സദസ്സ്. പിന്നെ ഈ ആൾക്കാർ കുറഞ്ഞൊരു ബേജാറില്ല. പിന്നെ അങ്ങനെ വിചാരിക്കണ്ട ഉസ്താദിക്ക് നല്ലോണം ബേജാറായ എന്താ ഞാൻ വന്നില്ലെങ്കിൽ വലിയ വിഷയമല്ല. ഞങ്ങൾക്ക് ആ ബേജാറൊന്നുമില്ല. ഇനിയിപ്പോ ആൾമാർ കുറെ കൂടിയാറും ചെന്നിട്ടു ആയത്തുൽ കുർസിയെ അതല്ലെങ്കിൽ ഫാത്തിഹ സൂറത്തിലെ അതല്ലെങ്കിൽ സൂറത്തുൽ പിന്നെ ഖുൽ ഹുവല്ലാഹു സൂറത്തിലെ ബെൽദാക്കം ഉണ്ടാവില്ലേ? ആൾമാർ കൂടി അങ്ങ് ബെൽദാക്കാവൂടും, ആൾമാർ കൂടി അങ്ങ് അത് ചെറുതാക്കാവൂടും ചെന്നിട്ടു അങ്ങനത്തെ സാമാനൊന്നും അല്ല. ആയത്തുൽ കുർസി അത് പൊറോട്ടന്റെ ഫിറ്റൊന്നും അല്ലേ? പിന്നെ ഇങ്ങനത്തെ കാര്യക്രമത്തെ ആൾക്ക് കുറയണല്ലേ? ഇങ്ങനത്തെ കാര്യക്രമത്തിൽ ആൾ കുറയാണ് ഇവിടെ നല്ല എവിടെയെങ്കിലോ. കാരണം ഇത് നല്ല കാര്യക്രമാ, ഇത് അല്ലാഹു പൊരുത്തപ്പെടുന്ന കാര്യക്രമാ, ഇത് വലിയ കൂലി നൽകപ്പെടുന്ന കാര്യക്രമാ, ഇത് അല്ലാഹുവിന്റെ പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യക്രമാ. ഈൽക്കങ്ങനെ ആൾ മാറുകൂടല, ഈൽക്കങ്ങനെ ആൾ മാറുകൂടല, കൂടുക ഇബ്ലീസ് കൂടല. അത് നിങ്ങളറായത്ത മാത്രം ഒരവസ്ഥയല്ല, ജാഗതിക മട്ടದಲ್ಲಿ ലോകത്തിൽ എല്ലായിടത്തുമുള്ള ഒരവസ്ഥയാണ്. ഇരിക്കട്ടെ, മുസ്തഫായ റസൂലുള്ളാഹി മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാളാകുമ്പോ, അവസാന കാലമാകുമ്പോ നല്ല കാര്യങ്ങൾക്കെല്ലാം പിന്തിപ്പോകുന്ന ഒരവസ്ഥ, നല്ല കാര്യങ്ങൾ ജനങ്ങൾ മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥ, അല്ലാഹുവിന്റെ ദീന് കേൾക്കാനോ പറയാനോ പഠിക്കാനോ ഒരുങ്ങാത്ത ഒരവസ്ഥ വരുമെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി വതുഅല്ലിമ ലിഗൈരിദ്ദീൻ വതുഅല്ലിമ ലിഗൈരിദ്ദീൻ. എന്നെ നോക്കി وتعلم لغير الدين وكثرة الجهل علامة القيامة. അറിവില്ലായ്മ കൂടുക, അറിവ് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള മനസ്സില്ലാതിരിക്കുക, അറിവില്ലായ്മ കൂടുക, ജഹലത്തരം കൂടുക, അജ്ഞാന കൂടുക, അതുപോലെ തന്നെ ജ്ഞാന സമ്പാദനക്ക് ചാൻസ് ഉണ്ടായിട്ട്, വയല് കേൾക്കുക അവസരം ഉണ്ടായിട്ട്, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന നല്ല ചാൻസ് ഉണ്ടായിട്ട് അതിന് നല്ല മനസ്സില്ലാതെ പോവുക, അതിനു വേണ്ടിയിട്ട് ആൾമാർ വരാതിരിക്കല് അലാമത്തുൽ ഖിയാമ. അത് അന്ത്യനാളിന്റെ ലക്ഷണമാണ്, ലോകാവസാനത്തിന്റെ അടയാളമാണ്. എനിക്ക് പറയാനുള്ളത് നല്ലവരായ ബാല്യക്കാരോട്, നല്ലവരായ എൻഗുമെന്റ്സിനോട്, നല്ലവരായ യൂത്ത് വിംഗിനോട്, ഞങ്ങളെ യുവതിയരോട് എന്റെ സംസാരം അതാണ്, എന്റെ വിഷയം അതാണ്. ഞാൻ വിഷയം അങ്ങനെ എല്ലാം വലിച്ചു കൊണ്ടുപോകുന്നില്ല. അറിയണം സഹോദര, നല്ലപോലെ അറിയണം. എന്റെ വാല് കേൾക്കേണ്ടത് ബാല്യക്കാർക്ക് പെണ്ണുകിടാക്കളാണ്, എന്റെ വാല് കേൾക്കേണ്ടത് ബാല്യക്കാരാണ്. കാരണം ബാല്യക്കാർത്തികള്, ബാല്യക്കാരെന്ന് പറഞ്ഞാൽ അവർ സമാജത്തിന്റെ പുറത്തല്ലല്ലോ, സമുദായം പടിയിൽ നിന്നിട്ട് പുറത്തിടേണ്ട വിഭാഗമല്ലല്ലോ. ആണോ? ചില നാട്ടിലെല്ലാം അങ്ങനെ ഉണ്ട്. ബാല്യക്കാർ അത് ബാല്യക്കാരല്ല, അങ്ങനെ പൊട്ടു, അങ്ങനെ പൊടതീറ, അങ്ങ് ബുടനായ ഭാഗമല്ല. നിങ്ങൾ വയല് കേൾക്കുന്നില്ല, നിങ്ങൾ അതിന്റെ ഇടയിൽ വേറെ സ്പീച്ചിലുള്ള ആളാണ്. നമുക്കൊരു ഡൗട്ടുണ്ട്. സ്വർഗത്തിന്റെ മജ്ലിസിൽ വെച്ചിട്ട് മലായികത്ത് നിങ്ങളെ ഇടതും വലതും മുന്നിലും പിന്നിലും എല്ലാം ഉണ്ട്. നിങ്ങളെ ഇടഭാഗത്തുണ്ട്, വലഭാഗത്തുണ്ട്. സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി, ലോകവിശ്രുതരായ മഹാൻ, എന്നെയാൽ തീരാത്ത കശ്മീറാമത്ത് കൊണ്ട് ലോകമറിയപ്പെട്ട മഹാൻ, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായ മഹാൻ, നമ്മുടെ നാടിന്റെ വെളിച്ചമായി, നമ്മുടെ നാടിന്റെ നിറദീപമായി, നമ്മുടെ നാടിന്റെ അഭിമാനമായി, അതേ ദക്ഷിണേന്ത്യയിൽ അജ്മീർ എന്ന നമ്മുടെ ഈ നാട്ടിൽ മൺമറഞ്ഞു കിടക്കുന്ന മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളാണ്. ആ മഹാനരുടെ ആത്മീയ സാന്നിധ്യവും ഇവിടെയുണ്ട്. നല്ല കാര്യങ്ങൾ എവിടെ പറയുന്നുവോ, നല്ല കാര്യങ്ങൾ എവിടെ നടക്കുന്നുവോ, നല്ല കാര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം മഹാന്മാരുടെ സാന്നിധ്യങ്ങൾ ഉണ്ടാകും, അവരുടെ ആത്മീയമായ സാന്നിധ്യങ്ങൾ ഉണ്ടാകും. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ മജ്ലിസിൽ ഹാളിറാകുന്നവർ. വഖുൽ അമലൂ
ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നല്ലവരായ യഥാർത്ഥ മുഅ്മിനീങ്ങളായ സച്ചരിതരായ സദ്ഭക്തരായ സ്വാലിഹീങ്ങളായ നബിമാരും മറ്റുള്ളവരുമായിട്ടുള്ള സ്വാലിഹീങ്ങളായിട്ടുള്ളവർ അവരുടെ എല്ലാ തിരുനോട്ടവും ഇത്തരം കാര്യങ്ങളിലേക്കുണ്ട്. അതീ വിനീതന് വേല പറയുന്നത് കൊണ്ടല്ല, നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ടുമല്ല, മറിച്ച് ഇതല്ലാതെ ദീനായതുകൊണ്ട്, ഇതല്ല പൊരുത്തപ്പെടുന്ന ഒരു കാര്യക്രമമായതുകൊണ്ട് അല്ല കാണുന്നു. അല്ല കൊടുത്ത കഴിവ് കൊണ്ട് വലിയവരായ മഹാന്മാരും കാണുന്നു. അപ്പൊ അവരെല്ലാം കാണുന്ന ഈ സദസ്സിൽ, മാലാകമാരുടെ സാന്നിധ്യമുള്ള ഈ സദസ്സിൽ ഞാനും നിങ്ങളും നല്ല ഗൗരവ ആദരവോടെ ഇരിക്കണം, നല്ല അച്ചടക്കത്തോടെ ഇരിക്കണം, നല്ല അതബോടെ ഇരിക്കണം, നല്ല മര്യാദയോടെ ഇരിക്കണം. കാരണം ഇതുക്കൊരാദമുണ്ടോ? ഗൗരവാദരവ് എപ്പോഴും ഇന്നത്തെ മജ്‌ലിസ് കൊണ്ടോ എപ്പോഴും ഗൗരവ ആദരവ് അതൊരു മുസ്ലിമിന്റെ ഏറ്റവും വലിയൊരു ലേബലാണ്. കുറെ നിസ്കാരമല്ല വേണ്ടത്, കുറെ നോമ്പല്ല ഞങ്ങൾക്ക് വേണ്ടത്, കുറെ ഓത്തും ബൈത്തല്ല വേണ്ടത്. പിന്നെയാ ബഹുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളെ ധാരാളം ബഹുമാനിക്കണം, ആദരിക്കപ്പെടേണ്ട കാര്യങ്ങളെ ധാരാളം ആദരിക്കണം. ഗൗരവാദരവ് കൊടുക്കേണ്ട സമയങ്ങളേതോ, ഗൗരവാദരവ് കൊടുക്കേണ്ട വ്യക്തിത്വങ്ങളാരോ, ഗൗരവാദരവ് കൊടുക്കേണ്ട സ്ഥലങ്ങളേതോ അവകൾക്കൊക്കെയും കണക്കിലേറെ ആദരവ് കൊടുക്കണം, ബഹുമാനിക്കണം. കാരണം ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതാണ് യഥാർത്ഥ ഈമാൻ, അതാണ് യഥാർത്ഥ ഈമാൻ. ഞങ്ങൾക്ക് ഇന്ന് നിസ്കാരമുണ്ട്. ഓരോരുത്തരും നിസ്കരിക്കാൻ തുടങ്ങിയെങ്കിൽ സലാം വിട്ടറിയില്ല, അങ്ങനത്തെ നിസ്കാരമോ ആയെങ്കിൽ അബ്ബറ ബഹുമാനിക്കവനറിയല. ഉമ്മാരും ചൊന്നിട്ട് അവനക്ക് പിടിയില്ല. ഉസ്താദുമാരാര് അമ്പിയാക്കന്മാരുടെ പിന്മുറക്കാരായിട്ടുള്ള മഹാന്മാരായ ദീനിന്റെ ആലിമീങ്ങളാരാ, അവരെ ബഹുമാനിക്കൊന്നും പിടിയില്ല. നാട്ടിന്റെ നേതാക്കന്മാർ, ഞങ്ങളെ ഹിരിയന്മാർ, സമുദായത്തിന്റെ വലിയവരായ ഉമറാക്കളായിട്ടുള്ളവർ, അതുപോലെ തന്നെ ജനനേതാക്കൾ, ജനപ്രതിനിധികള്, അതുപോലെ തന്നെ മഹാന്മാരായ സയ്യിദന്മാര്, അവരൊക്കെയും ആര് എന്ന് ഞങ്ങൾക്ക് പലർക്കും അറിയില്ല. പള്ളിയോട് നമുക്ക് ബഹുമാനമില്ല, മഖബറകളോട് നമുക്ക് ബഹുമാനമില്ല, ഖബർസ്ഥാനിന്റെ വിലയും നിലയും ഞങ്ങൾക്കറിയില്ല. അറിയാം നമുക്കെന്ത് ഖബർ? ഒരു ചങ്ങായിന്റെ പുതിയ പുള കൊണ്ട് എമ്മയ്യത്ത് കട്ടില്ലല്ലേ? അല്ല ആ പിറാന്തർക്ക് സ്വിച്ച് പിടിക്കില്ല, ഞങ്ങൾക്ക് എന്ത് സ്വിച്ച് പിടിക്കും? ഞങ്ങൾ അതൊക്കെ ചൊന്നോട്ടിക്കറന്ത് ഞങ്ങൾക്ക് സ്വിച്ച് പിടിക്കറല്ലേ? ഓരോരുത്തർ ഓരോ രാജ്യത്തിൽ എന്തെല്ലാം ആക്കോ. ഞങ്ങളെ പോലത്തെ വാർത്ത ഉസ്താദ്മാർ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കും. അതിന്റെ അർത്ഥമില്ല. നല്ല അഭിപ്രായം. ഹലോ ഉസ്താദ്, എന്തൊക്കെ ഈ നല്ല വേല, നല്ല ഈ ദീനി കാര്യക്രമത്തിന്റെ ഈ വയലിന്റെ ബല കളയാണ്. എന്തെല്ലാം മാറ്റർ ഉണ്ട് വേറെ? എന്തെല്ലാം മയ്യത്ത് കെട്ടില്ല, നിനക്ക് പിടിയുണ്ടാന്ന് തോന്നത്തില്ലേ? മയ്യത്ത് കെട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഞങ്ങ പണ്ട് ഇപ്പല്ല 1-2 വർഷം മുന്നോലു, അല്ലെങ്കിൽ ഒരു 5-6 വർഷം മുന്നോലു പള്ളിയുടെ ഉള്ളിൽ ചെന്നെങ്കിൽ പള്ളിയിൽ 4 സൈഡിലും ഞങ്ങൾ നടക്കൂ. ജാവും നടക്കൂ, ഫോളും നടക്കൂ. അല്ലേ? ഒറ്റക്ക് ഇത് കേൾക്കണം, നല്ല പോലെ കേൾക്കണം. ഉമ്മ കേൾക്കണോ ഇത്? പെങ്ങള് കേൾക്കണോ ഇത്? നാളെ നിങ്ങൾ നല്ല നട്ടല് പിരിച്ചിട്ട് ചൊല്ലണോ? അപ്പാ അള്ളാനെ പേടിയില്ലാത്ത ചക്കരനൊക്കെ മാപ്പിളയായിട്ട് വേണ്ട. ഇനി ബോധമുണ്ടാ, ധാർമ്മിക ചിന്തയുണ്ടാ. അങ്ങനത്തെ ചക്കായങ്ങ മാത്രം നിങ്ങൾ നോക്കൂ. നല്ല സൂപ്പർ താടിയുണ്ട്, KL40 സ്റ്റൈലുണ്ട് ചെന്നിട്ടോ അങ്ങനത്തെ ചക്കരനൊക്കെ നോക്കണ്ട. ചൊല്ലണം നിങ്ങൾ. ഞങ്ങളെ ഈമാനെ കാണണ്ട അവിടെ, അല്ലാണ്ട് റോഡ് സൈഡിലെ ടയർ മാത്രം കത്തിച്ചെങ്കും വയ്യാവൻ. ടയർ കത്തിക്കണ്ട, ഞങ്ങളെ കത്തിക്കോണം ലീഗലായിട്ട്. ഞാൻ കാറടിച്ചു. ഞങ്ങളെ ഈമാനെ കാണേണ്ട കുറെ ജാഗുണ്ട്. അത് ചില മാപ്പിളമാർ, ചില അബ്ബമാരെല്ലാം വന്നിട്ട് ഞങ്ങളുടെ ചൊല്ലൊരു പഴക്കമുണ്ട്. ഉസ്താദ്, നിങ്ങൾ കാര്യമായിട്ട് ചൊല്ലണം ഉസ്താദ്, കാര്യമായിട്ട് ആ വിഷയം ചൊല്ലണം ഉസ്താദ്, കാര്യമായിട്ട് പെഞ്ഞായിമാരെ വിഷയം ചൊല്ലണം ഉസ്താദ്, കാര്യമായിട്ട് മക്കളെ വിഷയം ചൊല്ലണം ഉസ്താദ്. പെഞ്ഞായിമാരുടെ വിഷയം എന്തൊരു ചൊല്ലണേ? അല്ല ഉസ്താദ്, അങ്ങ് എപ്പോഴും സീരിയൽ ധാരാവായി നോക്കിക്കൊണ്ടേ ഉള്ളവർ ഉസ്താദ്, നിങ്ങൾ കാര്യമായിട്ട് ചൊല്ലണം. ഞങ്ങൾ ചൊല്ലണമല്ല, ഈ ധാരാവായി നോക്ക ടി വി എല്ലാം വെച്ചാറ് ഈ മൂക്കില്ലാത്ത മാപ്പിളമേ ഉസ്താദ് വെച്ച മൊത്തോണ്ടി പള്ളിയുടെ ഉസ്താദാ കൊണ്ടൊരു ടി വി വെച്ചോ? അല്ല പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആ കേബിളിന്റെ പൈസ കെട്ടോ? അല്ലല്ലേ? അങ്ങ് പൊക്കും ഞങ്ങൾ ചൊല്ലോ. ഇതിക്ക് എന്താ അർത്ഥമില്ല? എന്താ ഇത്? ഇത് ദീനല്ലേ? ഒരു
കാലഘട്ടം നമുക്കുണ്ട്. നിങ്ങളെ ഭാഷ എനിക്ക് നിങ്ങളെ ഭാഷ ശരിക്കും ബണ്ടില്ല. പിന്നെ അങ്ങ് ചൊന്നാർ അങ്ങനെ ഇന്ന് എത്ര നിങ്ങൾ ലൈറ്റ് ആക്കിയിട്ട് ചൊല്ലൂ. ലൈറ്റ് ആക്കിയിട്ട് എങ്ങനെ ലൈറ്റ് ആക്കിയോ അത് സ്ട്രോങ് ആവിടും. നന്റെ ഭാഷ ഇതല്ല, നന്റെ ഭാഷ മലയാളം. ഏത് ഭാഷ പിന്നെ ഒരു വലിയ വിഷയമേ. ഭാഷ അങ്ങനെ നിങ്ങൾ നോക്കൊരു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നു. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ലോകത്ത് 1,24,000 നബിമാർ വന്നു. 1.25 ലക്ഷത്തോളം 1,24,000 1,24,000 നബിമാർ ലോകത്ത് പല ഭാഗങ്ങളിലും വന്നു. ഏത് നാട്ടിലേക്കാണോ വന്നത്, ഏത് ജാഗക്കാണോ വന്നത്, ഏത് സമുദായത്തിലേക്കാണോ വന്നത്, ആറായത്തെ ഭാഷ പഠിച്ചിട്ടായിട്ട് കിടങ്ങ വന്നോ. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഉദാഹരണ തമിഴ്നാട് കങ്ങാൻ ഏതെങ്കിലും ഒരു നബി വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ആങ്ങള ഭാഷ തമിഴായിട്ടുണ്ടെങ്കിൽ ആ നബിന്റെ ഭാഷയും തമിഴ്. ഉസ്താദ് അപ്പൊ തമിഴ്നാട് വന്ന നബി സപ്പോസ് ഞാൻ ഉദാഹരണം ചൊന്നല്ലേ, നാളെ കൗചിക തിളക്കിണ്ട നാ ഉദാഹരണം ചൊന്നോ ബന്ദ്രയില്ല നമുക്ക് പിടിയില്ല. അങ്ങനെ ഒരു ചരിത്രം ഒന്നും പറയൂല്ല. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മോന്റെ ഖബറുണ്ട് ചൊന്നുണ്ടോ ഇവിടെ, അല്ലാണ്ട് നൂഹ് നബി ബന്ദ്രന് അങ്ങനെ ഇതിഹാസത്തിലില്ല. തമിഴ്നാടിന്റെ രാമേശ്വരത്ത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകന്റെ ഖബറാണ് മക്ബറയാണെന്ന് പറയപ്പെടുന്ന ഒരു മക്ബറയുണ്ട് എന്ന് പറയുന്നു എന്നല്ലാതെ മഹാന്മാരായിട്ടുള്ള പ്രവാചകന്മാരുടെ കാലടി അവിടെ പതിഞ്ഞു എന്ന് ചരിത്രത്തിലില്ല. ഞാനിത് ചൊന്ന ഉദാഹരണത്തുക നിങ്ങൾക്ക് തിരിയുക വേണമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തുക ഒരു സമാജത്തുക ഒരു സമുദായത്തുക ഏതെങ്കിലും ഒരു നബി എപ്പെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആരായത്തങ്ങളെ ഭാഷ പഠിച്ചിട്ട് ആരായത്തങ്ങളെ ഭാഷയിൽ സംസാരിക്കുന്നവരായിട്ട് ഭാഷ വലിയ കാര്യമേ. ഉസ്താദ് നിങ്ങൾ ഞങ്ങളെ ഭാഷയിലെ വാല്യൂ ചൊല്ലണം ചൊന്നത് അത് വലിയ വിഷയമേ. ഇത് വലിയ വിഷയം അല്ലെങ്കിൽ ഒന്നേറല്ലേ 2 ഗಂಟೆ വാല്യൂ പറഞ്ഞിട്ട് ലാസ്റ്റ് ആചാർ പോകുമ്പോഴത്തേക്കോ ആചാർ അയാൾ എന്തൊരു ചൊന്നു അമ്മ എന്റെ അമ്മ എന്തൊന്നും അത് പ്യൂർ മലയാളം, 1.5 മലയാളം. ഇയാളതാണെങ്കിൽ സൂപ്പർ നമ്പർ 1 നക്ക് നിക്ക് വന്നാള് നക്ക് പിടിയില്ല ചൊന്നുമ്പോ ശരി നിങ്ങളെ ഭാഷയിൽ നക്ക് പിടി നക്കറിയല്ല, അയാളെ ഭാഷയിൽ നക്ക് പിടിയില്ലാലെയോ നാ നക്കല ഇങ്ങമേ നക്കോണോ. ഭാഷ വലിയൊരു പ്രശ്നം. അല്ലാഹു ഞങ്ങൾക്ക് പറയുന്നതൊക്കെയും ഉപകാരപ്പെടുത്തട്ടെ, പറയുന്നതൊക്കെയും ഉപകാരപ്പെടുത്തട്ടെ. ഞാൻ എന്റെ വിഷയം മാറുന്നില്ല, ജയിലെല്ലാം പോകുന്നു, ഞാൻ തിരിച്ചു വരികയാ. കേൾക്കണേ സഹോദര, നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ, നമ്മുടെ ഇന്നത്തെ ബാല്യക്കാർ, നമ്മുടെ ഇന്നത്തെ യുവക യുവതിയറോ സുബ്ഹാനല്ലാഹ് ധാർമ്മിക ചൗക്കട്ട് മീറിയിട്ട് പോയോണ്ടുള്ള എപ്പോ എത്രയോ അപ്പുറം എത്തിയിട്ടുള്ള സുബ്ഹാനല്ലാഹ് വയലക പറമ്പത്തുകു നല്ല ബുർഖ, വയലക പറമ്പത്തുകു നല്ല കയ്യറ, വയലക പറമ്പത്തുകു നല്ല ഈമാൻദാരി ഉസ്താദുമാരെ കാണുമ്പോത്തുകയാണെന്റെ റബ്ബേ ഞങ്ങളെ ഉസ്താദ് എന്ന് ചൊന്നിട്ട് ഒളിക്കുന്ന ഒരു സ്റ്റൈല. ഇതേ പെങ്ങളെ ഇതേ ഉമ്മ സുബ്ഹാനല്ലാഹ് അന്യപുരുഷന്മാർ വേറെ ആരെ കണ്ടെങ്കിലും മുണ്ടുകൊണ്ടുണ്ടോ, ഏത് ആൾമാരിലും മുണ്ടുകൊണ്ടുണ്ടോ, എപ്പോഴും ആരെ കണ്ടാലും മിണ്ടുകയാണ്, സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നല്ലവരെ ബഹുമാനിക്കുക, നല്ലവരെ ആദരിക്കുക, വലിയവരെ ആദരിക്കുക, നല്ല സമയത്തെ ആദരിക്കുക, നല്ല സ്ഥലങ്ങളെ ആദരിക്കുക, നല്ല കാര്യക്രമങ്ങളെ ആദരിക്കുക. അത് ഞങ്ങളെ ഈമാനിന്റെ ഭാഗമാണ്, അത് ഞങ്ങളെ ഈമാനിന്റെ ഭാഗമാണ്. വലിയവരെ ബഹുമാനിക്കണം, സയ്യിദന്മാര് തങ്ങന്മാരെ ബഹുമാനിക്കണം. പാർട്ടി പങ്കട നോക്കിയിട്ട് പറയുക തീരാ. ആലിമീങ്ങളെ ബഹുമാനിക്കണം, പള്ളി മദ്രസ ബഹുമാനിക്കണം, നാട്ടിന്റെ ഹിരിയന്മാര്, അതുപോലെ തന്നെ വയസ്കരായിട്ടുള്ളവര്, സിറ്റിസൺ പ്രജകള്, നൊന്തുപെറ്റ ഉമ്മാന്, കഷ്ടപ്പെട്ട് പോറ്റ് വളർത്തിയ അബ്ബാന് ധാരാളം ബഹുമാനിക്കണേ. പള്ളിയിലുള്ള കബറിടങ്ങളെ ബഹുമാനിക്കണേ, പള്ളിപ്പറമ്പിലെ മക്കാമുകളെ ബഹുമാനിക്കണേ, ധാരാളം ബഹുമാനിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമുക്ക് ബഹുമാനമില്ല, ആദരവില്ല. വയലിന്റെ സദസ്സായാലെന്താ, ഹദ്ദാദ് റാത്തിബിന്റെ മജ്ലിസായാലെന്താ, പള്ളിയായാലെന്താ,
ആലിമായാലെന്ത് തങ്ങളായാലെന്ത് അബ്ബായെങ്കെന്ത് ഉമ്മായെങ്കെന്ത് എല്ലാരോടും സമമേ എല്ലാവർക്കും സമമേ ശരിയല്ല ഞങ്ങൾക്കൊരു കാലം കഴിഞ്ഞു പോയറോ ഞങ്ങൾക്കൊരു ടൈം കഴിഞ്ഞു പോയറോ ഏത് കാലം കൊണ്ടുണ്ടാ ഞങ്ങത്തെ ടൈം കൊണ്ടുണ്ടാ ആ സമയത്ത് ഞാനോ നിങ്ങളോ ഒരു വേള നട്ടപ്പാതിര രാത്രിയില് അതല്ലെങ്കിൽ നട്ടുച്ച വെയിലത്ത് പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പള്ളിയുടെ 4 സൈഡിലും ഞാനും നിങ്ങളോ ഒറ്റക്ക് ചുറ്റിയിട്ട് അങ്ങനെ നടക്കൂ എല്ലാ സൈഡിലും പോ പള്ളിന്റെ എല്ലാ മുക്കുമൂലയും ഞങ്ങൾ കാണൂ എന്റെ വേല തിരിയുന്നല്ലേ ഭാഷ പിടിയാവ ഇല്ലേ ചങ്ങായി ബോംബെക്ക് പോയ പോലെ ആയാണ് ഒരു ചങ്ങായി ബോംബെക്ക് പോയ പോലെ നിങ്ങൾ കേട്ടാറെന്ന് തോന്നുന്നു അവനക്കൊന്നും പിടിയില്ല ആകെ ഒരു പണ്ടമേ ഈ നക്കിനിക്ക് വേറെ അല്ലെങ്കിൽ ഞങ്ങളെ മലയാളം വേറെ ഭാഷ ഒന്നും മനസ്സിലാവും 3ാം ക്ലാസ് പോയിറ അത് 3 കാലി പോ അവന്റെ ഒരു അതേപോലത്തെ ഒരു ചങ്ങായുള്ള ആ ചങ്ങായിക്ക് അങ്ങനത്തെ ചങ്ങായല്ലേ കിട്ടും അത്ര അവന്റെ അതേപോലത്തെ ഒരു ചങ്ങാനെ വിളിച്ചോണ്ട് ബോംബെക്ക് പോയി ഒരു ടൈമിൽ കച്ചവടത്തേക്ക് ബിസിനസ്സൊക്കെ ബാനിക്ക് കൊണ്ടുല്ല പോയിട്ട് അവിടെ പിന്നെ ട്രെയിന് കഴിഞ്ഞാൽ അങ്ങനെ ഹോട്ടലിൽ കയറിയ അവിടെ പോയിട്ട് പൈച്ചിരുന്നാലോ നോക്കുമ്പോൾ അവിടെ എന്തു കാണില്ല ഹോട്ടലിൽ പൊറോട്ട ഉണ്ട് അല്ല കാത്ത് ലോകത്ത് വാട പോയെങ്കിൽ പൊറോട്ട മേച്ചോട്ടെ അല്ലേ അത് വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ അവിടെ പോയിട്ട് നോക്കുമ്പോ അവിടെ കപ്പാട്ടില് പൊറോട്ട കണ്ട് അങ്ങനെ അവൻ ചൊന്ന പോലെ വിളിച്ചിട്ട് സപ്ലയർ വിളിച്ചിട്ട് അവനക്ക് വേറെ ഭാഷ ഒന്നും വേണ്ടില്ല ശുശു മാത്രം വിളിച്ചിട്ട് പൊറോട്ട അങ്ങനെ അവൻ എന്താക്കി 2 പ്ലേറ്റ് രണ്ട് പൊറോട്ട വന്ന് ഇതിൽ വെച്ച നിങ്ങൾ കേട്ടിട്ട് ആരെങ്കിലും കേൾക്കോ അങ്ങനെ കൊണ്ടു വെച്ചിട്ട് നമുക്ക് ഇത് കൂട്ടൊന്നുമില്ല കറി ഒന്നുമില്ല വേണമെങ്കിൽ അത് വേറെ പൈസ കൊടുത്തിട്ട് മേങ്ങോണ്ടാക്കിയ അവന്റെ പാടെ വിളിച്ചിട്ട് ചാറ് ഞങ്ങളെ ഭാഷയിൽ ചാർജ് നിങ്ങൾക്ക് അറിയല്ലേ അവന്റെ ഭാഷയിൽ ചാർജ് 4 പാടെ 4 കൊണ്ട് വെച്ച 6 പോയിട്ട് കണ്ടിട്ട് എന്തൊരു ഭാവാവസ്ഥ ആ അർത്ഥത്തിൽ ചേനാക്കിയ അവന്റെ ഭാഷയിൽ 6 അവൻ പിന്നെ കൊണ്ട് 6 വെച്ച 6 12 ഈനെ കണ്ടിട്ട് പോകാൻ പിന്നെ നെറ്റ് വെച്ചിട്ട് ആട്ട് പോട്ട് പൂടു എന്നൊന്നും മുണ്ടണ്ട ആട്ട് പോട്ട് പൂടും ചെന്ന ആട്ട് പോട്ട് ചെന്നെങ്കിൽ ശരി അവന്റെ ഭാഷയിൽ ആട്ടി ചെന്നെങ്കിൽ 8 12 8 20 അവൻ 8 വണ്ണം പിന്നെയും വെച്ച സെൽഫ് കാലി കപ്പാട്ട് കാലി ഈ 8 16 വണ്ടര ഇടക്ക് പിന്നെ ഒരു ചങ്ങായി ഉള്ളല്ലേ അവൻ മൂത്ര ഒഴിച്ച് തമ്മോട്ടി അവൻ വല്ല പോയിരുന്നു മൂത്രത്തും 8 വന്നത് കൊണ്ടുണ്ട് 16 വന്നത് കൊണ്ട് കൊണ്ടില്ല 8 പുറത്തോളം അവിടെ മീന ആര് നൗഫൽ ആ നൗഫലല്ല നിങ്ങൾ അവിടെ നോക്കണ്ടേ ഓണ്ടൊട്ടിക്കുന്ന നൗഫൽ 8 പുറത്തോളം ഇന്ന ഇവിടെ പിന്നെ ഒരു 8 വന്നല്ല ആട്ട് പോട്ട് ചെല്ലുമ്പോ ആ 8 പുറമ്പോ പോയില്ല ഓൻ മൂത്ര വീത പോയിന്ന ഓൻ പോയിട്ട് പുറമ്പോട്ട് ആട്ടിയായിട്ട് കാട്ട് പോനാറ് അവൻ കേട്ടോ ഓണ്ടോട്ടെ എന്തില്ല ഇത് നൗഫല് എന്തില്ല അമീര ഇത് എന്തില്ല ഇങ്ങനെ പൊറോട്ട അപ്പൊ അമിതി നൗഫൽ മുണ്ടണ്ട മുണ്ടിങ് പൊറോട്ട ഉണ്ട് മുണ്ടിങ് പൊറോട്ട ഉണ്ട് ഇവിടെ ഇപ്പൊ അങ്ങനെ ആയൂടെ അപ്പൊ നിങ്ങൾക്ക് പിടിയാവൂലല്ലേ ബോംബെ പോലെ ആവില്ലല്ലേ അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ടെ പറയട്ടെ ഞങ്ങൾക്ക് ധാരാ പണ്ട് കാലത്ത് പണ്ടെന്ന് പറഞ്ഞെങ്കിൽ കുറെ കാലം മുന്നോളല്ല ഒരു 4-5 വർഷം മുന്നോളോ ഈ നെറ്റും ബോൾട്ടും പണ്ടേക്ക് മുന്നോളോ ഇത്ര വ്യാപകമായിട്ട് ഞങ്ങളെ മൊബൈലും ഇന്റർനെറ്റും ഫേസ്ബുക്കും ഇതേപോലെ വ്യാപക അവിടേക്ക് മുന്നോളൂ സുബ്ഹാനല്ലാഹ് ഞാനാ നിങ്ങളാ പള്ളിക്ക് പത്തിങ്ങ് നിസ്കാരിക്ക് വേണായിട്ട് പള്ളിക്ക് പോയെങ്കിൽ പള്ളിക്കെങ്ങാനും ഞങ്ങൾ കയറിയാൽ സുബ്ഹാനല്ലാഹ് നിസ്കാരം കഴിയുന്നതിന് മുമ്പ് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമോ ഞങ്ങളതാ പള്ളിയുടെ 4 സൈഡിലും നടക്കോ കാരണം പള്ളിയുടെ എല്ലാ ഭാഗവും ഞങ്ങൾ നോക്കോ വെറുതെ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തേക്ക് അപ്പുറപ്പുറല്ല ചുറ്റിയിട്ട് പോയിട്ട് നോക്കിയെങ്കിലും ഏത് സൈഡുക പോയാലും പള്ളിന്റെ ഏത് ഭാഗം ചുറ്റിയാലും ആ മയ്യത്ത് കട്ടിലുള്ള ഭാഗത്തേക്ക് പോവലേ എന്തേ പേടിച്ചിട്ട് നാളെ കിടക്കേണ്ട വാഹനമല്ലേ നാളെ കൊണ്ടുപോകുന്ന വാഹനമല്ലേ എന്ന് പേടിച്ചിട്ട് ആ സൈഡിലേക്ക് പോലും തിരിഞ്ഞു നോക്കാത്ത കാലമുണ്ടായിരുന്നു ഇല്ലേ എന്നാ ഇന്ന് കണ്ടോ അതേ മയ്യത്ത് കട്ടിലിലെ ആ ചെക്കന്മാരെ പുതിയ പളനെ കൊണ്ടുപോകുന്നത് ഞാൻ അന്ന് കൊണ്ടുപോയ ആ ചങ്ങായിന്റെ കഥ പറയുകയല്ല ശരിയല്ല ഞങ്ങളെ സമുദായം ചിന്തിക്കണേ അള്ളാന്റെ ദീന മറക്കുമ്പോ
നല്ല കാര്യങ്ങൾ മറക്കുമ്പോ, പടച്ചറപ്പിന്റെ പേടിയില്ലാതെ പോകുമ്പോ, മതപരമായ ആചാരങ്ങളോട്, മതപരമായ കാര്യങ്ങളോട്, മതപരമായ വിശ്വാസങ്ങളോട്, ധാർമ്മിക മൂല്യങ്ങളോട്, ധാർമ്മികമായ കാര്യങ്ങളോട്, അതുപോലെ തന്നെ നല്ല നല്ല ആൾമാരോട് ഞങ്ങൾക്ക് ഈമാന് കമ്മിയാകുമ്പോ, ഞങ്ങൾക്ക് പേടി കുറഞ്ഞു പോകുമ്പോ അല്ലാഹ് ഞങ്ങളെ പരീക്ഷിക്കും കേട്ടോ. എന്താ അല്ലാഹ് പറഞ്ഞത്? قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പടച്ചറബ് പറഞ്ഞതെന്താ? കേൾക്കണമിത്, ഉമ്മമാര് കേൾക്കണമിത്, അപ്പമാര് കേൾക്കണമിത്, പ്രത്യേകമായിട്ട് ഞങ്ങളെ ബാല്യക്കാരും ബാലക്കാരത്തി പെണ്ണുമക്കളും കേൾക്കണം. ഇതാ എന്നെ ഒരാള് മറന്നുപോയാൽ, എന്റെ ദിക്ർ മറന്നാൽ, എന്റെ ദീന് മറന്നാൽ, അല്ലാഹ് പറയുകയാ എന്നെ മറന്നാൽ, എന്റെ ദിക്ർ മറന്നാൽ, എന്റെ ദീനിന്റെ ആചാരങ്ങൾ മറന്നാൽ, അവന്റെ ജീവിതം കഷ്ടകാപണ്യ നിറഞ്ഞതാണ്. അവന്റെ ജീവിതം വല്ലാത്ത വിഷമത്തിലാണ്, ബേജാറിലാണ്. അവന് സന്തോഷം എന്നതുണ്ടാവല. അവന് ഈ ജീവിതത്തിൽ ജീവമാനത്തില് സന്തോഷം ഒരിക്കലും വരാല. എന്നെ മറന്നോണുകോ, എന്റെ ദീനിനെ അവൻ അറിയാതെ ജീവിച്ചോണുകോ, അവന്റെ ജീവിതത്തിൽ അവനക്ക് സന്തോഷമില്ല. അവന്റെ ജീവിത കഷ്ടപ്പാട് നിറഞ്ഞത്, ബേജാറ് നിറഞ്ഞത്, വിഷമം നിറഞ്ഞത്, അതുപോലെ തന്നെ ദുഃഖങ്ങൾ നിറഞ്ഞത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ആയിട്ടില്ല ദുനിയാവും ഇങ്ങനെയാ, നാളെ പരലോകത്തും അവന്റെ അവസ്ഥ ഇതുപോലെ തന്നെയാ. ഒന്നറിയണേ, ലാ തൻസ ദിക്റല്ലാഹ്, അല്ലാഹനെ മറക്കണ്ട, അല്ലാഹനെ മറക്കണ്ട. കളി അല്ലാഹനെ മറന്നിട്ടുള്ള കളി വേണ്ട. സുബ്ഹാനല്ലാഹ്. ഞങ്ങളെ ഇന്നത്തെ ചെറുപ്പക്കാർ ആരായിട്ടിക്കട, ഈ ചെറുപ്പക്കാർ ആരായിട്ടിക്കട, ഈ ബാല്യക്കാർ നല്ല യൗവന, നല്ല ആരോഗ്യം, നല്ല കാല, നല്ല ആരോഗ്യമുള്ള കാല, അതല്ലേ യൗവനകാല, അതല്ലേ യുവത്വകാല. എന്നാ കേട്ട പരിശുദ്ധമായ ദീന് ഏറെ ബഹുമാനിച്ചാദരിച്ച ഒരു പ്രായായിട്ടിക്കട് മനുഷ്യന്റെ യൗവനകാല. അല്ല ഉസ്താദ്, വയസ്സായിട്ടും ബല്ല ഉസ്താദ് യാറെ നല്ലേ എന്തോ ആ ടൈമിലല്ലേ തെല്ലു നിസ്കാരവും ഓത്തുബൈത്തല്ല യാറെ. ആ ടൈമിൽ അത് നിസ്കരിക്കണില്ലേ, കാരണം ടൈം ആയല്ലേ. ഇനി ഗോളടിക്കോ ടൈം ഇല്ലല്ലേ, അതില് ബല ഇതൊന്നും ഇല്ല. വയസ്സമറിച്ചൊന്നല്ല. എന്തെങ്കിലും ബാല്യകാലത്തില്, ബാല്യപ്രായത്തില്, ആരോഗ്യമുള്ള കാലത്ത്, യൗവനകാലത്ത് എത്ര കണ്ട് ഞാൻ നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങുന്നുവോ അത്ര കണ്ട് റബ്ബിന് ഏറെ ഇഷ്ടമാണ്, ഏറെ ഇഷ്ടമാണ്. അറിയില്ല, ബാല്യക്കാര ജീവിതത്തില്, ബാല്യക്കാരുടെ പെണ്ണുങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളെ യുവതിയുടെ ജീവമാനത്തില് തപ്പ് പറയുക സഹജായിട്ട് കൂട. സാധാരണ കാരണങ്ങളെ പ്രായതല്ല, ഞങ്ങളെ വയസ്സതല്ല, ഇന്നത്തെ വാതാവരണവും അതല്ല, എല്ലാ നിലക്കും തപ്പുക അനുകൂലാവസ്ഥയല്ല. അതിന്റെ പേരിൽ ഞങ്ങളെ ബഹിഷ്കാരാക്കൊതീറ, ഞങ്ങളെ പഠിക്ക് പുറത്തിടുതീറ, ഞങ്ങളെ കാലാകാല ഒറ്റപ്പെടുത്തുതീറ. തപ്പ് വന്നെങ്കിൽ തിത്തിക്കൊടുക്കണോ, വലിയ ചൊല്ലിക്കൊടുക്കണോ. ആ പ്രായത്തിൽ അത് സാധാരണ ആയിട്ടിക്കട്. എന്നാൽ
എന്നാലും ആ തപ്പിനെ പിന്നെ ക്ഷമയാക്കിയിട്ട് പഠിച്ചവനോട് തൗബ ചെയ്തിട്ട് ഏത് ബാല്യക്കാരാണോ ബാല്യക്കാർത്തികളാണോ മടങ്ങുന്നത്, ആരാണോ പശ്ചാത്താപിക്കുന്നത്, ആരാണോ ഖേദിച്ചു മടങ്ങുന്നത്, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഓർത്തിട്ട് വന്നുപോയ തപ്പു അതുപോലെ തന്നെ മിഷ്ടിക ഓർത്തിട്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഓർത്തിട്ട് റബ്ബിനോട് കരയുന്ന ബാല്യക്കാരില്ല, ബാല്യക്കാർത്തി മോളില്ല. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ല ബാല്യക്കാര്, ഏറ്റവും നല്ല ബാല്യക്കാർത്തി പെണ്ണ്, അള്ളാന്റെ പൊരുത്തം കിട്ടിയ നല്ല ബാല്യക്കാരും ബാല്യക്കാർത്തി ആറുകൊണ്ടുണ്ടാ, അള്ളാഹ് ഏറെ പിരിശമുള്ള ബാല്യക്കാരും ബാല്യക്കാർത്തി ആറുകൊണ്ടുണ്ടാ. ഖൈറുഷാബി 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 അത്വായിബോ ശഫീഉനാ റസൂലുള്ളാഹി ഖൈറുഷാബി അത്വായിബോ കിടാക്കള അങ്ങലാലിക്ക് ബുഡുറു അവ ചെല്ല പോലൊന്നും കേക്കല്ല മക്കല്ലേ മക്കാമ്പത്തേക്ക് പിന്നെ അങ്ങനെ അത് വലിയ അങ്ങ് പറന്ന് വരുമ്പോ കൺട്രോൾ ആക്കണം. ചെറിയ മക്കൾ എപ്പോഴും ചൂടാവോ തീറ, അങ്ങനെ പറയോ തീറ, അങ്ങനെ നുള്ളുകു തീറ, അങ്ങനെ നൊമ്പലാക്കോ തീറ, അങ്ങക്ക് അത് പിടിയില്ലല്ലേ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ വെളിയും ലൈറ്റും മിഞ്ചറും അതും ഇതെല്ലാം കാണുമ്പോ അങ്ങ് വാരി കുസി ഊടെ അൽഹംദുലില്ലാ എന്ത് ബെലെ ഗൗജി കത്തലൊന്നും കാണില്ല. വാറിന് ജാഗല് പോയെങ്കിൽ ബോട്ടി കച്ചോട പുക കച്ചോട ചെറുമുരി എബോ പൊടി പാർന്നു വയലയത് പോ ഊടെ വെറുതെ ഊടെ അതൊന്നും ഇല്ല അൽഹംദുലില്ലാ, ഊടെ അതൊന്നും ഇല്ല അൽഹംദുലില്ലാ. മാത്രമല്ല എത്രയോ മക്ക ആളും അപ്പമാരണക്കെ വലിയ വലിയ ബാല്യക്കാരണക്കെ ഇച്ചമാരണക്കെ നല്ല തൊപ്പിയെല്ലാം വെച്ചിട്ട് നല്ല ഗൗരവാദരത്തിലും നല്ല ശിസ്തുബദ്ധായിട്ട് അച്ചടക്കത്തിൽ വയല് കേട്ടോണ്ട് അൽഹംദുലില്ലാ. ഞങ്ങളെ റായത്തേക്ക് വലിയൊരു പുണ്യം, ഞങ്ങളെ ഉസ്താദുമാരെ ആ ഒരു കപ്പാസിറ്റി, ഞങ്ങളെ നല്ല അബ്ബമ്മമാരെ ആ നല്ല തർബിയത്ത്, നല്ല പോഷണ. കാരണം അത് അങ്ങനെയല്ല പറൂ, നല്ല അബ്ബമ്മ നല്ല മക്ക ലാട്ടുപോട്ട അബ്ബമ്മ അങ്ങനത്തെ മക്ക, പിന്നെ ഉസ്താദുമാരാ നല്ല ശിക്ഷണ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളെ നേതാക്കന്മാർ, ഞങ്ങളെ നല്ലവരായ പ്രവർത്തകന്മാർ എല്ലാവർക്കും അള്ളാഹു സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. ഈ മക്ക ഓടുമ്പോ തുള്ളുമ്പോ കളിക്കുമ്പോ ഞങ്ങൾക്കൊന്നും വലിയ ബേജാറൊന്നും ഇല്ല. അതങ്ങളെ പ്രായ ആയെങ്കില ഈ വയല് കേക്കറ വലിയ വലിയ ആൾമാരുണ്ടല്ലോ, ഉമ്മ അബ്ബ ബയസന്മാർ, അങ്ങ് വലിയ ഡിസ്റ്റർബ് ആവുടി, അങ്ങ് വലിയ തൊന്തര ആവുടി. അതൊക്കെ വേണമായിട്ട് ഞാൻ ചൊന്നോ അതൗത്ത് വരുമ്പോഴേ കൺട്രോൾ ആക്കണു. ഇവിടെ വന്നിട്ട് പുടിയില്ല ഏട്ടില്ല കോട്ടില്ല ചെന്നങ്ങ് നടക്കാം. ഞങ്ങൾ പിരിസ കാട്ടണായേ നല്ല ശിക്ഷണവും നല്ല ശിസ്തു ആദരവും പഠിപ്പിച്ചു. അല്ലാണ്ട് കാലി ഓർലെക്സ് സിർലക്ക് ബോൺവിറ്റ ചിക്കൻ ചില്ലി 65 മണ്ണാങ്കട്ട തെരണ്ടിന്റെ ബാല് തോലും ഇത് കൊടുത്തിട്ടല്ല മക്കളെ പോട്ടെ. ധാർമ്മിക ജ്ഞാനം അത് അബ്ബ ഉമ്മക്ക് മുന്നേ വേണം. അബ്ബ ഉമ്മ നേരെ ഉണ്ടാ മക്ക നേരമുണ്ട്, അതങ്ങനെ വിത്ത് ഗുണം 10 ഗുണം. മലയാളത്തിൽ അങ്ങനത്തെ ഒരു ഗാഥമുണ്ട്. നിനക്ക് പിടിയാന്ന് കൊത്തില്ല. നല്ല അപ്പവുമ്മ എങ്ങ നല്ല മക്ക. നാളെ ഇത് ഞങ്ങളെ ബറവസ്, ഈ മക്ക ഞങ്ങളെ ബറവസ്. മുന്തിന തലമാറു ഈ വരുന്ന തലമുറ ഇവരാണ് ഞങ്ങളെ ബറവസ്, ഇവരാണ് ഞങ്ങളെ പ്രതീക്ഷ. ഞങ്ങളെ വീടിന്റെ പ്രതീക്ഷയവരാ, ഞങ്ങളെ കുടുംബത്തിന്റെ പ്രതീക്ഷയവരാ, ഞങ്ങളെ നാടിന്റെ പ്രതീക്ഷയവരാ, ഞങ്ങളെ സമാജത്തിന്റെ പ്രതീക്ഷയവരാ. അവരാ നിലക്ക് തന്നെ വളർത്തണോ. പട്ടിക്ക് പൈസ കൊടുത്തിട്ട് പട്ടിക്ക് പൈസ മേങ്ങിട്ട് പട്ടിര പാണിയാക്കിയിട്ട് അപ്പാ നീ മക്കളെ പോറ്റണ്ട. അതേ മക്ക നാളെ നിങ്ങളെ കൊണ്ടുപോയിട്ട് പട്ടിക്ക് വിൽക്കൂ. ഹറാമ് തിമ്മാട്ടിയെങ്കില്, ഹറാമ് തിമ്മിച്ചെങ്കില്, ഹറാമ് മക്കൾക്ക് തീറ്റിയെങ്കില്, ഹറാമ് മക്കൾക്ക് കൊടുത്തെങ്കില്, ഹറാമ് തിന്നിട്ട് മക്ക വലുതായെങ്കില് ആ മക്കളെ കൊണ്ട് വല്ല ഗുണമൊന്നുമില്ല. വല്ല ഗുണമല്ല, തീരെ ഗുണമില്ല, എന്തും ഇല്ല. ഒരിക്കലും നിങ്ങൾ വിചാരിക്കണ്ട എപ്പോഴും മക്കളെ പള്ളക്കും നിങ്ങളെ പള്ളക്കും ഹലാലായ ഭക്ഷണം പോണോ, ഹലാലായ ഭക്ഷണം പോണോ. കൂടെ നിക്ക് വിഷയം ഒന്നുണ്ടാ, കൂടുതൽ വിഷയം ചൊല്ലല്ല, നിങ്ങളെ ഹളകോട്ടര വിഷയം ചൊല്ലുടല്ല. സാധാരണഗതിയിൽ ഇപ്പൊ എല്ലായിടത്തും വ്യാപകമായിട്ടുള്ള ഒരു വിഷയ ബഡ്ഡി വ്യവഹാര. ബഡ്ഡിക്കെടുത്തിട്ട് പുറകെട്ടോ, ബഡ്ഡിക്കെടുത്തിട്ട് മോളുക മംഗലാക്കുറോ, ബഡ്ഡിക്കെടുത്തിട്ട് ചെറിയ കിടാവുക മൊബൈൽ മേങ്ങിട്ട് കൊടുക്കുറോ. ഉമ്മ എന്തുകുമ്മ നിങ്ങൾ അങ്ങനെ മേങ്ങിയോ?
ഇത് കിടാവ് മൊബൈൽ ആറ് കൊടുത്തോ? കിടാവുള്ളത്ര 5 കോളും 5 മൊബൈല് 12 കിടാവുണ്ടല്ലോ ഉള്ള മൊബൈല് എത്ര വലുത് ഉസ്താദ്മാർക്ക് കൊണ്ടേ പോകുന്നുണ്ടാ? റബീഉൽ അവൽ ഫംഗ്ഷന്റെ ടൈമിൽ ഉസ്താദ്മാർ വെറുതെ ചൊന്നാറ് നിങ്ങളെ നല്ല പാട്ട് അത് ഇതെല്ലാം ഉണ്ടെങ്കിൽ മൊബൈലുണ്ടെങ്കിൽ നിങ്ങൾ നാളെ കൊണ്ടുവരും നോക്കാം, ഞങ്ങൾ വേണ്ടത് സെലക്ട് ആക്കിയിട്ട് ചോയ്സ് ആക്കിയിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് സോങ്ങും സിംഗിൾ സോങ് എല്ലാം ആക്കാം. യാ റഹ്മാൻ ഇത് പിറ്റേന്ന് സുബഹിക്ക് വളക്ക പോലത്തെ മൊബൈൽ തെങ്കരത്ര ഇതാർദ്ദല് നണ്ടത്. അപ്പൊ ഇത് എടുത്ത കയ്യിലുള്ളത് അത് നണ്ടത്. ഇത് ജിയോ BSNL. ഇതാർദ്ദന്ന് ഇത് ഉമ്മ അത് അതപ്പ അപ്പ ബഹ്റൈനിന്ന് കടത്തിയോ ഉമ്മ ബണ്ടിക്ക് ബാങ്കിൽ എടുത്ത് തന്നോ. എന്താ ശരിക്കും അങ്ങനെ ഉണ്ടാന്നല്ലേ? എന്നാ കേട്ടോ, നല്ല പോലെ കേട്ടോ. അള്ള യുദ്ധം പ്രഖ്യാപിച്ചൊരു കൂട്ടരാണ് ബഡ്ഡി വ്യവഹാരികളോ. കൊടുത്തങ്കായെങ്കിലോ മേങ്ങായെങ്കിലോ ജാമ്യം നിന്നവായെങ്കിലോ ഏജന്റിനെ മുട്ട കൂട്ടിക്കൊണ്ട് പോയവനായെങ്കിലോ അതൊക്കെ ബസ് 10 വാട്ടിയവനായെങ്കിലോ അഖിലുഹോ വമുഖിലുഹോ വകാതിബുഹോ വശാഹിദുഹോ കുല്ലുഹും ഫിന്നാർ. ബഡ്ഡി വ്യവഹാരവുമായിട്ട് ബന്ധമുള്ള ഏതാൾ മാറും. കൊടുക്കറോ മാത്രല്ല മേങ്ങറോ മാത്രല്ല എല്ലാവരും അല്ലാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരാണ്. അല്ലാഹു പൊറുക്കാത്ത മഹാപാതകമാണ്. അല്ലാഹു പൊറുക്കാത്ത മഹാതെറ്റാണ്. നിങ്ങളെ നിസ്കാരം നിഷ്ഫലമാകും കേട്ടോ, നിങ്ങളെ നോമ്പ് നിഷ്ഫലമാകും കേട്ടോ, നിങ്ങളോദിയ ഖുർആൻ ഓത്തും ബൈത്തും അർത്ഥമില്ലാതെ പോകും കേട്ടോ. ചെയ്യരുത്, പാടില്ല. കിടാവർക്ക് കിടാവ് ഗോപില്ല മൊബൈല് മേങ്ങിട്ട് കൊടുത്തപ്പോ ഇതാറ് കൊടുത്തോ ഉമ്മ മൊബൈല്? നിങ്ങൾ ഈ ചെറിയ കിടാവ് ഇത്ര വലിയ 4G സെറ്റ് ആറ് കൊടുത്തോ? അത് നാനേ മേങ്ങിട്ട് കൊടുത്തോ? ഇതൊക്കെ വലിയ പൈസ ഉണ്ടല്ലോ ഉമ്മ, 10-12 18,000 രൂപ ഉണ്ടല്ലേ. നിങ്ങൾ ഓടുന്നു പൈസ ആക്കിയോ നിങ്ങളെ മോണിക്ക് ഇത്ര വലിയ മൊബൈല് മേങ്ങ വേണായിട്ട് എന്ന് കേട്ടപ്പോ ആ ഉമ്മ ചെന്ന ഉത്തരം എന്തുകൊണ്ടുണ്ടാ? നാണ് ബഡ്ഡിക്ക് മേങ്ങിയ കൂടി ഇപ്പൊ ഞങ്ങളെ സംഘ സംസ്ഥലല്ല ബഡ്ഡി എത്ര വേണം തണ്ടാറ്. ചെറിയ പൈസ കൊടുത്തങ്ങ് മയ്യാ 100 10 വാർത്തല് 10 പിന്നക 10 എന്നാ കേട്ട ഉമ്മ. പൊന്നു സഹോദരാ, പാടില്ല. അല്ല യുദ്ധം പ്രഖ്യാപിച്ച കൂട്ടരാണത്. അല്ല യുദ്ധം പ്രഖ്യാപിച്ചവർ. അള്ളാന്റെ യുദ്ധം അവരുടെ മേലെയുണ്ടോ? അള്ളാന്റെ യുദ്ധം എങ്ങനത്തത് കൊണ്ടുണ്ടാ? അല്ല യുദ്ധാക്കി എങ്ങുണ്ടാവുകൊണ്ടുണ്ടാ? അള്ളാന്റെ യുദ്ധത്തിന്റെ ദുഷ്പരിണാമ അതിന്റെ പരിണിത ഫലം എന്താവൂ എന്ന് നിങ്ങൾക്ക് കൊണ്ടുണ്ടാ? സദ്ദാം അവിടെ യുദ്ധാക്കിയില്ല, ബുഷ് യുദ്ധാക്കില്ലേ? അമേരിക്കത്തെ തൊട്ടണ്ണ എന്ന് പറയുന്ന നാരദമനായ കണ്ണിന് ചോരയില്ലാത്ത ജോർജ് ബുഷ് ഒന്നാമൻ, ജോർജ് ബുഷ് രണ്ടാമൻ, രണ്ടാളും കൂടിയിട്ട് പരിശുദ്ധമായ മണ്ണാകുന്ന ഇറാഖിനെ പൊടിപൊടിയാക്കിയില്ല. ആ നാട്ടിലേക്ക് നോക്കോ, ഇറാഖിനെ നോക്കോ, പപ്പട പോലെ പൊടിയായ ഇറാറായ അവിടത്തെ ഉമ്മമാർഗം അപ്പളയില്ല, അവിടത്തെ മക്കൾക്ക് അപ്പമാറില്ല, അവിടെ ഉള്ള പല ആൾമാർക്കും കയ്യും കാലും കണ്ണുമില്ല. ഒരു നേരത്തെ ചോറുക വേണായിട്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണായിട്ട്. സുബ്ഹാനല്ലാഹ്, അവിടെ അതാ ബാല്യക്കാർക്ക് പെണ്ണുങ്ങളെ മാന വിട്ടുകൊണ്ടുണ്ടോ? മാന വിട്ടിട്ട് അങ്ങ് പൈസകൊണ്ടുള്ളാറ്. അങ്ങനത്തെ ഒരു ദുരവസ്ഥ ആരായത്തിലെത്തിയെങ്കിൽ ഈ നാരദമനായ ജോർജ് ബുഷിന്റെ യുദ്ധത്തിന്റെ ദുഷ്പരിണാമ ഇത്ര വലിയ നാശനഷ്ട, ഇത്ര വലിയ സർവനാശ, ഇത്ര വലിയ ബുദ്ധിമുട്ട്, ഇത്ര വലിയ തൊണ്ടര ഒരു മനുഷ്യന്റെ യുദ്ധം കാരണമായിട്ട് ആറായത്തുക വന്നെങ്കിൽ പടച്ചറബിന്റെ യുദ്ധത്തെ ദുഷ്പരിണാമ എങ്ങനായിട്ടിക്കോ? പടച്ചറബിന്റെ യുദ്ധത്തിന്റെ എഫക്ട് എങ്ങനായിട്ടിക്കോ? കേട്ടോ ഉമ്മ, കേക്കണോ അപ്പാ, കേക്കണോ മുസ്ലിമേ? അല്ല യുദ്ധം പ്രഖ്യാപിച്ച 2 കൂട്ടരുണ്ട് ലോകത്ത്.
അല്ല യുദ്ധം പ്രഖ്യാപിച്ച രണ്ട് കൂട്ടർ, ആ രണ്ടാൾമാരെ മേലെ അല്ല യുദ്ധാക്കറ്. ആറ് കൊന്തുണ്ട രണ്ടാൾമാർ, ഒന്ന് ബഡ്ഡിക്ക് കൊടുക്കിറങ്ങ, ബഡ്ഡി വ്യവഹാരത്തിലുള്ളങ്ങ, പിന്നൊന്ന് അള്ളാന്റെ ഔലിയാക്കന്മാരെ തമാശയാക്കിറങ്ങ. കേക്കണോ? നല്ല പോലെ കേക്കണോ? ബാല്യക്കാറ് കേക്കണോ? അബ്ബ ഉമ്മ കേക്കണോ? ഞങ്ങളെ അഭിപ്രായത്തിൽ ഇന്റെ ബഡ്ഡി സിമ്പിൾ. പിന്നെ ചില ആൾമാർ ഇങ്ങനെ ഉണ്ട്, ഉസ്താദ് ബഡ്ഡി കൊടുത്തിട്ടില്ല, പിന്നെ കച്ചവടത്ത് കൊടുത്തു. ആറില് അത് പൊയ്യ കച്ചവടത്ത് അങ്ങോട്ട, പിന്നെ മീൻ ബാനീർ അങ്ങോട്ട, പിന്നെ പൊന്നിര് പീടിയലും അങ്ങനെ കൊടുത്ത. എന്നാ 1 ലക്ഷം 5 ലക്ഷം കൊടുത്തര, 1 ലക്ഷത്തിക്ക് 1 ലക്ഷത്തിക്ക് 2,000 രൂപ പോലെ വെച്ച് തരണം ചെന്നിട്ട് കൊടുത്തു. ഉസ്താദ് ഞാൻ ബിസിനസ് കൊടുത്തോ, അത് ബഡ്ഡി അല്ലല്ലേ? ബഡ്ഡിയാ അത് ബഡ്ഡിയെ ബലിവലാൽമാരുണ്ടല്ലോ, അത് ബഡ്ഡിയെ 1 ലക്ഷത്തിക്ക് ഇത്ര തരണം ചൊന്നിട്ട് നീ കൊടുത്തത് അത് ബഡ്ഡിയെ. നിനക്ക് ഇത്ര കടാകടി ചൊല്ല തീറ, ഷേക്കട ചൊല്ല, റുബുഹ്, സുലുസ് അങ്ങനെ ചൊല്ല. 3% അല്ലെങ്കിൽ 2% ശതമാനം ചൊല്ല. അത് എത്ര ചൊല്ല? ഈ ശതമാനത്തിൽ മീറ്റിംഗിൽ രൂപ പണ്ട് നിങ്ങൾ കുറയൂ. ശതമാനം ചൊല്ല, ചൊല്ലുണ്ടെങ്കിൽ ശതമാനം ചൊല്ല. ചൊല്ലണമെന്നല്ല, ചൊല്ലുന്നൊക്കെ നിർബന്ധമുണ്ടെങ്കിൽ ഷേക്കട അതിന്റെ ശതമാനം. നിങ്ങൾ എല്ലാ ഭാഷ നിനക്ക് പണില്ല, എന്തെങ്കിലും അപ്പുറപ്പുറം നാളെ ഉസ്താദോട്ട് കേട്ടിട്ട് അത് ബയാനാക്കിയിട്ട് പഠിച്ചോളൂ. ഇനി നാളെ ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു ഗൗജികത്തലാക്കിയിട്ട് വാട്സപ്പിലിട്ട് ഗുലുകുതാക്കണ്ട. ഞങ്ങൾ അല്ലെങ്കിൽ പാപത്തങ്ങ തലച്ചൂടിൽ ആയറുണ്ട്. നിങ്ങൾ തലച്ചൂടും അതിന്റെ വേള ഞാൻ കാവൽ ചെയ്ത് ഒക്കൂലേ? ഇവിടെ വസക്കോട്ടൽ തലച്ചൂടെ തല്ലുണ്ട്, അതിന്റെ അളക്കോട്ടൽ തലച്ചൂട് ഞാൻ ആവല് ഏറിയിരുത്തൽ അല്ല. എന്തെങ്കിലും അപ്പുറം മനുഷ്യന്മാരല്ലേ, അല്ലാണ്ട് ഞങ്ങൾ വലിയ വിവരമുള്ളവരൊന്നും അല്ലല്ലേ, വലിയ വലിയ ആൾമാരെല്ലാം ഉണ്ടല്ലോ. അങ്ങനെല്ലോട്ട് ഉസ്താദായാലും അങ്ങനെ ചൊല്ലത്തല്ല. അപ്പൊ അത് അങ്ങനെ ഉസ്താദ് കേട്ടിട്ട് പിടിച്ചിട്ട് ഇൻഷാ അല്ലാ തപ്പുണ്ടെങ്കിൽ ശരിയാക്കറോ നക്കോ അത് ചൊല്ലിത്തോറു ഇൻഷാ അല്ലാ. അത് അപ്പുറം ആക്ക വേണ്ടി പോലെ താളിതവണോ ബാളിയാണ്. എപ്പോഴും ഞങ്ങൾക്ക് കടിപിടിയേറി, ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിലും 50 പേര് അല്ലേ? മുസ്തഫ നബി തങ്ങൾ ഒരു സഹാബിയോട് പറഞ്ഞെന്താ? ഒരു ബാല്യക്കാരനായ സഹാബി, പ്രത്യേകിച്ച് ഞങ്ങളെ ഇണ്ടത്തെ ബാല്യക്കാർക്ക് വലിയ നമ്പർ 1 ആയിട്ടുള്ള സ്വഭാവ കടിപിടി. കളി ഗ്രൗണ്ടിലായെങ്കിലും, പള്ളി ഗ്രൗണ്ടിലായെങ്കിലും, വയലിറവിടായെങ്കിലും, ഏത് വിഷയത്തിലായെങ്കിലും അങ്ങക്ക് താൽമേ, സഹനെ, സബറോ, ഒരു ഇത്തിരി സബറോ, ക്ഷമ ഇതില്ല. എല്ലാത്തും കടിപിടിയേ, ഓടയും കടിപിടിയേ, എപ്പോഴും കടിപിടിയേ. പാടില്ല. ഒരു സഹാബിയോട് മുസ്തഫ നബി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഒരു സഹാബി പൊന്നാര നബിയോട് വന്നിട്ട് പറഞ്ഞു, പൊന്നാ ആ ബാല്യക്കാരനാണ് അയാൾ, യങ്മേനായ ഒരു യൂത്ത് വിംഗായ യുവക സമാജത്തിലുള്ള അങ്ങനത്തെ ഒരാള്, ഒരു സഹാബി വന്നിട്ട് നബി തങ്ങളോട്ട് കേട്ടു, പൊന്നാര നബിയേ നമുക്ക് സ്വർഗത്തേക്ക് പോകുകയുള്ളൂ, ഉള്ളൊരു പൈസൊന്ന് കണ്ടുവാറ തരുവാറാ, സ്വർഗത്തൊക്കെ കടക്കും ആസമുണ്ട് നബിയേ. പ്രവിശാലമായ മനോഹരമായ നല്ലവരുടെ വീടായ സ്വർഗത്തൊക്കെ കടക്കു വലിയ കൊതിയുണ്ട് നബിയേ. അതൊക്കെ കടക്കു സുളാപത്തെ ധാരിച്ചൊന്നു തരുവാറ. എമോണോ ആ 3 കസാല ഇടുമ്പോടുന്നു എടുത്തിട്ട് പെറോല കൊണ്ടിട്ടു അവിടെ. നിങ്ങൾ ജണ്ടാൽ എണിക്കോ, നിങ്ങൾ ദയിച്ചതല്ല ഇത്, ഇപ്പുറത്തത് 3 അവിടെ പെറോല കൊണ്ടിട്ട് കൂടെ അങ്ങ് ദയിക്കും. കാരണം ആരും എതിർക്ക് ബറല്ല, എതിർക്ക് ബറണെങ്കിൽ ഡേ നൈറ്റ് മാച്ച് ആണോ, അല്ലെങ്കിൽ 20-20 ആണോ, മഹിളാ കബഡി പന്തിയാട്ടെങ്കിൽ സ്റ്റേജിൽ ദയിക്കുവാറ്. ഇങ്ങനത്തെക്കെല്ലാം അങ്ങനെ എതിരില്ല, അത്ര റപ്പൊക്കെ ബറലാറും അങ്ങനെ ദൂരിട്ട് കോണമില്ല. അത് അങ്ങനത്തെ അവസ്ഥ എല്ലായിടത്തും അങ്ങനെ, എല്ലാവരും അങ്ങനെ, എല്ലായിടത്തും അങ്ങനെ. നിങ്ങൾക്ക് ഇനി ബേജാറായെങ്കിൽ നായി ചൊന്നത് ബേജാറായെങ്കിൽ നക്കോയില്ല, ഒരു ബസ് ബേജാറും ഇല്ല അല്ലേ? നാ ഇതേ ചൊല്ല കൂടെ വന്നേ, അല്ലാണ്ട് ഞാൻ കൊപ്പറിന്റെ പൈസ ചൊന്ന കൂടെ വന്നറില്ല. നമുക്ക് കൊപ്പറിന്റെ ബിസിനസ് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പിടിക്കാണ്ടിരിക്കട്ടെ. അള്ളാഹു നല്ലവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ടെ. നല്ലവരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ഉപകാരം. ഇതേ മോനം അവിടെ പേരുണ്ട്, അപ്പുറത്തെ ആ എന്തിയാ ചൊന്നോ ചൊല്ലോ, നിങ്ങൾ ചൊല്ലണോ? നിങ്ങൾ വ്യാപ്തി പ്രദേശത്തിന്റെ ಹೊರಗೆ ಬಾರದು. ನಿಂಕಲ್ಲ ವಯಲ್ ನಿಂಕಂತ ಇತರ ಬೆಲೆ ಕಷ್ಟ. ನಿಂಗ ಆರಾಮ್ಸೆ ದಯಿച്ചിರ ನಾನಲ್ಲ ഇവിടെ ചൊല്ലണോ? ഇല്ല, ചൊല്ലാണ്ട് ആവേ ഇല്ല. ഇത് വയൽ, ഇത് ഗുരുകിരന്റെ സംഗീത കച്ചേരിയല്ല. ഈ കാതിൽ കേട്ടിട്ട് ഈ കാതിൽ വിടോ. ഇത് ഉപേന്ദ്രന്റെ പാട്ടല്ല. ഇത് ബാലക്കാർ ചിരിക്കറെന്തോ
നോക്കറ ചൊല്ലൂറുള്ള ഇപ്പൊ എന്തൊരു ചൊന്ന് ചൊല്ലൂറുള്ള ഒരു സഹാബി മുസ്തഫായ റസൂലുള്ളാഹി മുസ്തഫായ റസൂലുള്ളാഹി ഒക്കെ ചൊല്ലറോ മുജ്തബായ റസൂലുള്ളാഹി മുർത്തലായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയേ എനിക്ക് സുലാബത്തിൽ സ്വർഗ്ഗത്തിൽ കിടക്കണോ സ്വർഗ്ഗത്തിലേക്ക് കിടക്കുവാനായിട്ട് ഒരു നല്ലൊരു സുലാബത്ത് ദാരി ചൊന്നു തരുവാറാ നല്ലൊരു എളുപ്പത്തിന്റെ വഴി ചൊന്നു തരുവാറാ എന്ന് കേട്ടപ്പോ പൊന്നാര നബി അയാളോട്ട് ചൊന്നുണ്ടാ ലാ തഗ്ലബ് ലാ തഗ്ലബ് ലാ തഗ്ലബ് നീ ഗടിപിടിയാക്കണ്ട നീ അർസപ്പെടണ്ട ഒരാളോടും നീ അർസപ്പെടണ്ട അർസപ്പെട്ടൊന്നും ഗടിപിടിയാക്കരുതല്ല അതേ ഗടിപിടി വിട്ടുപിടി ഗടിപിടി മുസ്തഫായ റസൂലുള്ളാഹി ഗടിപിടി വിട്ടുനുടി നബിയവറ നല്ല നുടി മുസ്തഫായ റസൂലുള്ളാഹി പാടില്ല എപ്പോഴും ഗടിപിടി പാടില്ല മഹാന്മാരായ ഇമാമിങ്ങൾ ഞങ്ങളോട് പഠിപ്പിച്ചൊരു പാഠമുണ്ട് മഹാന്മാരായ വലിയവരായ ഉസ്താദുമാർ ഞങ്ങൾക്ക് പഠിപ്പിച്ച മുഅ്മിനീങ്ങൾക്ക് ചൊന്നു തന്നൊരു പാഠമുണ്ട് ലാ തകുൻ കസാഹിബി ഹോത്ത് ലാ തകുൻ കസാഹിബി ഹോത്ത് നിങ്ങാറും യൂനുസിനെ ബിറണക്കാവോദീറ വാട്സപ്പിൽ പോവല്ലോ നാളെ ഫോട്ടോ ഇതിന്റെ ഇടയിൽ നിന്ന് തുപ്പ് പോയാൽ അതും ഇതിന്റെ അപ്പുറം ജോയിന്റ് ആക്കിയിട്ട് നാളെ വാട്സപ്പിൽ വിടണോ അല്ലെങ്കിൽ പച്ചിറ്റിയാവും പിന്നെ എന്ത് ചെന്ന മഹാന്മാർ കിതാബിൽ എഴുതിയ വിഷയ മഹാന്മാർ കിതാബിൽ എഴുതി വെച്ച വിഷയ നിങ്ങൾ ആറ് യൂനുസിന് പിറണക്കാവതീറ മഹാനായ യൂനുസ് നബി മഹാനായ യൂനുസ് നബി വലിയവരായ യൂനുസ് നബി അള്ളാന്റെ പ്രവാചകരായ യൂനുസ് നബി ലോകം കണ്ട മഹാന്മാരിൽ ഒന്നാം സ്റ്റേജിൽ നിൽക്കുന്ന ഒന്നനെ സ്ഥാനമാനത്തിൽ നിൽക്കുന്ന പ്രവാചക പരമ്പരയിലെ മഹാനായ കണ്ണി മഹാനായ നബിയുല്ലാഹി യൂനുസ് നബി ആ യൂനുസ് നബി കണക്കല്ലേ നങ്ങാവണായ അല്ലേ പിന്നെ ആറണക്ക എന്നാലും മഹാന്മാർ ചൊന്നു കൊണ്ടുണ്ടാ നിങ്ങ അയാളെ പോലെയാകണ്ട ലാ തകുൻ കസാഹിബി ഹോത്ത് നിങ്ങൾ യൂനുസിന് കണക്കാവണ്ട ഏത് വിഷയത്തില് എല്ലാ വിഷയത്തിലും അല്ല മഹാനത അള്ളാന്റെ കൽപ്പന ബണ്ടക്ക് മുന്നോളൂ അള്ളാന്റെ നിർദ്ദേശ ബണ്ടക്ക് മുന്നോളൂ അള്ളാന്റെ വഹ്യ ബണ്ടക്ക് മുന്നോളൂ അല്ല ചൊല്ലക്ക് മുന്നോളൂ അയാളെ തീർമാനം എടുത്തിട്ട് റായപ്പെട്ടു പോയി അയാളെ സ്വന്തം തീർമാനം എടുത്തിട്ട് ആ മഹാൻ അയാളെ സ്വന്തം നാട് വിട്ടിട്ട് പോയി അല്ല ചൊല്ലക്ക് മുന്നോളൂ പോയി മുസ്തഫായ നബി തങ്ങൾ മദീനയിലേക്ക് പോയറ് മക്കയിൽ നിന്ന് സ്വന്തം റായത്ത് നിന്ന് മദീനയിലേക്ക് പോയറ് അത് അല്ല ചൊന്നിട്ടു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാബിലോനിയയിൽ നിന്നിട്ട് മക്കയിലേക്ക് വന്നറ് അല്ല ചൊന്നിട്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം നൈൽ നദി കടലും കടന്നിട്ട് അപ്പുറ പോയറ് അല്ല ചൊന്നിട്ട് പല നബിമാരും പല ദിക്കുകളില് പല ദാരിയില് പല റായത്തുക പോയറ് എല്ലാം അള്ളാന്റെ കൽപ്പന കിട്ടിയ പിന്നെ അവന്റെ നിർദ്ദേശാനുസാരം അനുഗുണವಾಗಿ എല്ലാം അല്ല പറഞ്ഞ കൽപ്പനക്കനുസരിച്ചിട്ട് എന്നാൽ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാന്റെ കൽപ്പന കിട്ടുന്നതിന് മുമ്പ് പെട്ടെന്നതാ മഹാന നാട് വിട്ടു കാരണമുണ്ട് ബിസിനസ്സുക പോയതല്ല പെഞ്ഞായിരത്തുക പോയതല്ല ആറായത്തുക ടൂറ് പോയതല്ല ഇണ്ട് ഞങ്ങയില്ല ആണുമക്ക പെണ്ണുമക്ക ഒട്ടിക ടൂറ് കൊണ്ട കാണ്ടില്ല ഹറാമു നോക്കാണ്ട് അന്യരാണെന്ന ബോധമില്ലാതെ പാടില്ല യൂനുസ് നബി അലൈഹിസ്സലാം അങ്ങനെ പോയതുമല്ല പിന്നെയോ സ്വന്തരായ തങ്ങളെ ദീന് ചൊല്ലു കൊടുത്തിട്ടാകുമ്പോ അങ്ങക്കല്ലാന്റെ ദീന് ചൊന്നു കൊടുത്തിട്ടാകുമ്പോ തൗഹീദ് ചൊന്നു കൊടുത്തിട്ടാകുമ്പോ അള്ളാണ് അങ്ങക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടാകുമ്പോ ആറായ താങ്ങ
അങ്ങാരും അത് സ്വീകരിച്ചില്ല, അങ്ങാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ല. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കല്ലെറിഞ്ഞു. യൂനുസ് നബി അലൈഹിസ്സലാമിനെ അങ്ങ് ഉപദ്രാക്കിയാറ്, നല്ലോണം ബുദ്ധിമുട്ടാക്കിയാറ്. ക്ഷമയറ്റ യൂനുസ് നബി, സബറില്ലാത്ത യൂനുസ് നബി, നല്ലോണം കഷ്ടപ്പാട് സഹിച്ച യൂനുസ് നബി അള്ളാന്റെ കൽപ്പന പണ്ടേക്ക് മുന്നോളോ ചലകയാ മറ്റേ റായത്തുക നാട് വിട്ടുപോയി. പക്ഷേ അള്ളാഹു പരീക്ഷിച്ചു. അള്ളാന്റെ കൽപ്പന പണ്ടേക്ക് മുന്നാള് റായ വിട്ടുപോയതിന്റെ പേരില്, അമ്പർപ്പാക്കിയതിന്റെ പേരില്, കടിപിടിയാക്കിയിട്ട് അവസരവാദ തീർമാനം എടുത്തിട്ട് പോയതിന്റെ പേരില് പടച്ച റബ്ബദാ മഹാനെ പരീക്ഷിച്ചു. മഹാനതാ കപ്പല് കയറിയിട്ട് കടലിലൂടെ പോകുമ്പോ കപ്പലിലുള്ളവർ മഹാനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. മഹാനർക്ക് തന്റെ മക്കളെ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു. മഹാനര് പോലും കടലിലേക്ക് എറിയപ്പെട്ടു. കടലിലതാ മീന് വിഴുങ്ങി. 40 ദിവസത്തോളം പല അഭിപ്രായങ്ങളുമുണ്ട്, 30 ദിവസമാണെന്ന് പറഞ്ഞവരുണ്ട്, 18 ദിവസമാണെന്ന് പറഞ്ഞവരുണ്ട്, 36 ദിവസമാണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. പ്രബലമായ അഭിപ്രായം ഭൂരിഭാഗം ഇമാമിങ്ങളും പറഞ്ഞു 40 ദിവസത്തോളം മഹാനരതാ കടലിന്റെ അടിയിലാ, മീനിന്റെ പള്ളയിലാണ്. അല്ലാഹു മീനിനോട് മിടുങ്ങാൻ പറഞ്ഞു. മിടുങ്ങാൻ വേണ്ടി മാത്രം, തിന്നണ്ട, ചവക്കണ്ട, ചവച്ച് മിഴുങ്ങണ്ട. അങ്ങനെ മിഴുങ്ങിയിട്ട് പല്ലിൽ വെക്കണോ. സുബ്ഹാനല്ലാഹ്, ചെയ്തു പോയ തപ്പ് ഓർത്തിട്ടു, ചെയ്തു പോയ അവസര ഗടിപിടി ഓർത്തിട്ടു യൂനുസ് നബി കരഞ്ഞു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ബാലക്കാറ് കേൾക്കണോ? ഇതാ മീറ്റിംഗിൽ അവിടെ വന്നിട്ട് അപ്പ ഉമ്മറ മുഖം നോക്കിയിട്ട്, കൈ ചൂണ്ടിയിട്ട്, വലിയ ആൾമാരെ നോക്കിയിട്ട്, ജാഗയേത് പരിസരേത് എന്ന് നോക്കാണ്ട് എപ്പോഴും വല്ല ഗടിപിടിയാക്കിയിട്ട് തുള്ളറ് ഞങ്ങളെ ബാലക്കാറില്ല. അവസരവാദ തീർമാനം എടുക്കറായ തങ്ങയില്ല. മുഅ്മിനായ സമാജത്തെ ആൾമാറില്ല. കേൾക്കണേത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഗടിപിടിയാക്കിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതിന് മുമ്പേ നാട് വിട്ടു പോയപ്പോ പടച്ച റബ്ബ് മഹാനരെ നല്ലോണം പരീക്ഷിച്ചു. കേൾക്കണോ? ഞങ്ങളെയുമല്ല പരീക്ഷിക്കും. നല്ല മനുഷ്യനായ യൂനുസ് നബിയെ, നല്ലവരിൽ നല്ലവരായ യൂനുസ് നബിയെ, മഹാനായ യൂനുസ് നബിയെ, അല്ലാഹുവിന്റെ മുർസലായ മഹാനാകുന്ന യൂനുസ് നബിയെ ഈ ചെറിയൊരു മിസ്റ്റേക്കിന്റെ പേരില്, തപ്പല്ലാതെ എന്നെങ്കിലും മനുഷ്യ സഹജമായിട്ട് വൈകാരികമായ ഒരു തീർമാനത്തിന്റെ പിന്നിലായിട്ട് വന്നുപോയ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ പടച്ച റബ്ബ് ആ നല്ലവരിൽ നല്ലവനായ മഹാനെ പരീക്ഷിച്ചുവെങ്കിൽ, കഷ്ടപ്പെടുത്തിയെങ്കിൽ, അളകോട്ടകാരിയായ ഉമ്മ, നിന്റെ വാല് കേൾക്കുന്ന പെങ്ങള്, നിന്റെ മുന്നിലുള്ള മുസ്ലിമേ, ഞങ്ങ അങ്ങനത്തെ തീർമാനം എടുത്തിട്ട് ഗടിപിടിയാക്കിയെങ്കിൽ അപ്പൊ അല്ല ഞങ്ങളെ എത്ര പരീക്ഷിക്കോ, അല്ല ഞങ്ങളെ എത്ര കഷ്ടപ്പെടുത്തോ ആലോചിക്കണ്ട. യൂനുസ് നബി അലൈഹിസ്സലാമിനെ കപ്പലുകാർ കടലിലേക്ക് എറിഞ്ഞോ, കടലിലേക്ക് വീണോ, മീന് വന്നിട്ട് മിഴുങ്ങി, ആ മീനിനെ പിന്നൊരു മീന് മിഴുങ്ങി, ആ മീനിനെ പിന്നൊരു മീന് മിഴുങ്ങി, ആ മീനിനെ പിന്നൊരു മീന് മിഴുങ്ങി. എത്ര മീന് മിഴുങ്ങി കൊന്തുണ്ടാ, എത്ര മീന് കൊന്തുണ്ടാ. മഹാന്മാർ പല എണ്ണങ്ങളും പറഞ്ഞിട്ടുണ്ട്, 40ഓളം മീനുകൾ വരെ. അതങ്ങനെ ഉസ്താദ്, ഒരു മീൻ മിഴുങ്ങി പിന്നെ ഒരു മീൻ മിഴുങ്ങുറോ. അത് ഫസ്റ്റ് മീൻ മിഴുങ്ങിയത് മത്തിര വന്നിട്ട് യാട്ടര വന്നിട്ട് അഞ്ചല്, അതിന്റെ മേലെ തിമിംഗല. അങ്ങനെ എന്ത് നടക്കല്ലേ? നിങ്ങൾ എന്ത് വിചാരിച്ചോ? ഫസ്റ്റ് യാട്ട പിന്നെ യാട്ട പിടിയായല്ലേ? നിങ്ങക്ക് പിടിയായല്ലേ? ونجيناه من الغم وكذلك ننجي المؤمنين.
ഖുർആനാണല്ലോ യൂനുസ് നബിന്റെ കഥയാണ് അല്ലാഹു പറഞ്ഞത്. അവിടുന്നതാ മീനിന്റെ പള്ളിയിൽ കിടന്ന് ഇരുട്ടറയാകുന്ന കടലിന്റെ ആഴിയിൽ കിടന്ന് കടലിന്റെ ഉള്ളിൽ കിടന്ന് ദീനിന്റെ പള്ളിയിൽ കിടന്ന് ചെയ്തുപോയ തെറ്റോർത്തിട്ട് വന്നുപോയ ഗടിപിടി അവസര ഗടിപിടി ആ താഴ്മയില്ലാത്ത ആ ഒരു സ്വഭാവം ഓർത്തിട്ട് അമ്പർപ്പാക്കിയ സ്വഭാവം ഓർത്തിട്ട് മഹാനായ യൂനുസ് നബി അല്ലാഹുവിനോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ അൻത ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നാദാ പൊറുക്കണേ അല്ലാഹ്, അമ്പർപ്പാക്കിയ അല്ലാഹുവാണ്, തെല്ലുകടിപിടിയാക്കിയ അല്ലാഹുവാണ്, പൊറുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നപ്പോൾ എന്തുവാറുന്നപ്പോ പടച്ചറപ്പതാ മിടുങ്ങിയ മീനിനോട് പറഞ്ഞു, മീനെ തുപ്പിക്കളയോ, കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് തുപ്പിക്കളയണേ. അങ്ങനെ അതാ മീന് തുപ്പിക്കളയുന്നു. രക്ഷപ്പെട്ടു. ഇത് ഞാൻ ചൊന്നത് കൊന്തുണ്ടാ ഗടിപിടി പാടില്ല. ഞങ്ങളെ ബാല്യക്കാർക്ക് നല്ലോണം ഉള്ളൊരു സ്വഭാവത. ഞാനടക്കമുള്ളവർക്ക് അല്ലാഹു നല്ലവരെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ അത്തരത്തിലുള്ളത് സ്വഭാവങ്ങൾ മാറ്റിത്തരട്ടെ. ഞങ്ങളെ കൽബ് അല്ലാഹു നല്ല കൽബാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ നല്ല മഹാനായ യൂനുസ് നബിയെ അല്ലാഹു പരീക്ഷിച്ചുവെങ്കിൽ നല്ലവരല്ലാത്ത ഞങ്ങൾ അല്ലാഹു എന്താക്കും? അല്ലേ ഞങ്ങൾക്ക് എല്ലാത്തും ഗടിപിടിയ ചെറുക്ക മൊബൈലിന്റെ പീടിയ തുടങ്ങിയ 40-45,000 ചെലവാക്കിയ അബ്ബറിന് മേങ്ങിയ ഉമ്മറ കൗത്തിലുള്ളത് കൊണ്ടുപോയിട്ട് പണയം വെച്ച